കാഞ്ഞങ്ങാട് കൂളിയങ്കാലിലും ദേശീയപാതയുടെ സർവീസ് റോഡ് ഇടിഞ്ഞു വീണു. സർവീസ് റോഡിനോട് ചേർന്നുള്ള സമീപവാസിയായ ഖാദറിന്റെ വീടിന്റെ മതിൽ തകരുകയും ചെയ്തിട്ടുണ്ട്. ജനവാസ മേഖലയായ ഇവിടെ ഭീതിയോടെയാണ് ഇപ്പോൾ ജനങ്ങൾ കഴിയുന്നത്. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് കൂളിയങ്കാലിൽ ദേശീയപാതയുടെ സർവീസ് റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും ഒലിച്ചുപോയത്. സർവീസ് റോഡിനോട് ചേർന്ന് താമസിക്കുന്ന ഖാദറിന്റെ വീടിന്റെ മതിൽ തകരുകയും ചെയ്തിട്ടുണ്ട്. ഓവിച്ചാൽ നിർമ്മിക്കാതെയാണ് ഇവിടെയും സർവീസ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. നിരവധി വീടുകളുള്ള പ്രദേശത്ത് രോഗികളായവരുമുണ്ട്. വെള്ളക്കെട്ടുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ ഓവിച്ചാൽ നിർമ്മിച്ചതിന് ശേഷം സർവീസ് റോഡ് താഴ്ത്തി നിർമ്മിക്കണമെന്ന് നിർമ്മാണ കരാർ ഏറ്റെടുത്ത മേഗ കൺസ്ട്രക്ഷൻ കമ്പനിയോടും അധികൃതരോടും നാട്ടുകാർ പലതവണ ആവശ്യപ്പെടുകയും പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഭൂപ്രകൃതിയുമായി യാതൊരു വിധത്തിലും യോജിക്കാത്ത രീതിയിലായിരുന്നു ഇവിടെ സർവീസ് റോഡ് പണിതത്. തീർത്തും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തിയാണ് നിർമ്മാണ കമ്പനി നടത്തിയതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പുല്ല് വില കളിപ്പിക്കുന്ന തരത്തിലുള്ള തികച്ചും അനാസ്ഥയായിട്ടുള്ള ഒരു പരിപാടിയാണ്. അശാസ്ത്രീയം എന്ന് 100 വട്ടം പറഞ്ഞാലും ശരിയല്ല. ഇപ്പോൾ താൽക്കാലികമായിട്ട് ആക്കിയെങ്കിലും താൽക്കാലികമായിട്ട് ഒരു മനുഷ്യൻ്റെ ജീവൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെയുള്ള ഒരു സംവിധാനം, ഈ സംവിധാനം കണ്ടാൽ ഇത്ര ഭയപ്പാടോടെ ഈ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ നാട്ടുകാരിങ്ങനെ നിന്നിട്ടില്ല, ഇങ്ങനെ നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ നമ്മുടെ സംശയം എന്ന് വെച്ചാൽ ഈ ഒരു വലിയ ഈ പാലം ഉണ്ടല്ലോ, ഈ പാലം പോലും അവർ നേരെ ശാസ്ത്രീയമായിട്ടാണോ എന്ന് സംശയമുള്ളൂ. ഇതും പിന്നെ കാലക്രമേണ അത് താഴേക്ക് ഇങ്ങനെ വീഴുമെന്നുള്ള സംശയത്തിൽ നമ്മൾ നാട്ടുകാരുടെ ആവശ്യത്തിന് ഒരു വില അവർ കൽപ്പിച്ചിട്ടില്ല. ആ കോൺട്രാക്ടറുടെ പല സമയത്തും പറഞ്ഞു ഇത് കെട്ടുന്ന സമയത്ത് നിങ്ങൾ ഇതിൻ്റെ സൈഡ് കെട്ടണം. സൈഡ് കെട്ടിയില്ല. അവനെന്താക്കി, അവന് ഇഷ്ടപ്രകാരം പോയി. ഒരു മൂർത്തി എന്നാണ് എൻ്റെ പേര്, ഒരുപാട് എഞ്ചിനീയർമാർ മാറി വരുന്നത്. അപ്പോൾ പറഞ്ഞു ഇത് കോൺട്രാക്ടർ ഞങ്ങൾ നിർമ്മിക്കും, ഞങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെ ജീവിക്കുന്ന ആൾക്കാരെന്താ, ഇവിടെ അങ്ങോട്ട് വഴിയുണ്ടോ? അതില്ല, അത് പ്രശ്നമില്ല. പെണ്ണുങ്ങളുണ്ട്, സുഖമില്ലാത്ത ആൾക്കാരുണ്ട്, അതിനൊക്കെ ഞങ്ങൾ കൊണ്ടുപോകണം. അതിനൊരു ഉദാഹരണം തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം 2 പെണ്ണുങ്ങൾ മരിച്ചു. എൻ്റെ ഒന്ന് ഉമ്മ, ആംബുലൻസ് ഇറങ്ങാൻ പറ്റുന്നില്ല. അതേപോലെ ഭാര്യ പെട്ടെന്നാണ് മരണപ്പെട്ടത്. ആംബുലൻസ് ഇറങ്ങുന്നില്ല. അവസാനം നമ്മൾ കയ്യിലും പിടിച്ച് അങ്ങനെ പിടിച്ച് കൊണ്ടുവന്നു. കുട്ടികളും വൃദ്ധരായവരും രോഗബാധിതരും ഉൾപ്പെടെയുള്ളവർ ഭീതിയോടെയാണ് ഇപ്പോൾ ഇവിടെ കഴിയുന്നത്. റോഡ് ഭീഷണി ഉയർത്തുന്നത് മുന്നിൽ കണ്ട് കഴിഞ്ഞ ദിവസം നാട്ടുകാരുടെ നേതൃത്വത്തിൽ അരയിക്കടവ് റോഡും കൂളിയങ്കാലിൽ നിന്നും അരയിക്കടവിലേക്ക് പോകുന്ന റോഡും ബ്ലോക്കാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ അപകടമാണ് ഒഴിവായത്. താമസിക്കുന്ന എൻ്റെ വീട് തന്നെ, എൻ്റെ വീടിന് മുമ്പിൽ തന്നെ ഈ അവസ്ഥ എന്ന് വെച്ചാൽ ഇതിലേ കൂടി ഇങ്ങനെ വെള്ളം ചാടി വരുന്നത്. ഈ ചാടി വന്നിട്ട് മൊത്തം അവിടെ കുട്ടികളൊക്കെ ഉണ്ട്, സ്ത്രീകളുണ്ട്. അപ്പം നമ്മൾക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്. ഈ തൊട്ടടുത്ത വീട് അതിനേക്കാളും വലിയൊരു പ്രായമുള്ള സ്ത്രീയാണെന്നില്ലേ. ഒരു അസുഖം വന്നാലും ഒരു ആംബുലൻസ് വരാനും ഓട്ടോറിക്ഷ വണ്ടി വരാനും ഒന്നിനും ഒരു പരിഹാരമില്ല. അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് എന്താ വെച്ചാൽ നിങ്ങൾ അതിന് എന്താ വെച്ചാൽ ആ മേഖലയിൽ എത്തിച്ചു കൊടുത്തിട്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. അതുകൊണ്ടാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ സഹായം ഉണ്ടാകേണ്ടത്. എന്ന് വെച്ചാൽ നാട്ടുകാർക്ക് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു റോഡാണിത്. മറ്റു മലയാള മേഖലയിലായാലും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കാരും ഒരാൾക്ക് ജോലിക്കാൻ പോകുന്നുണ്ട് ഈ വഴിയായിട്ട്. അതുപോലത്തെ വാഹനത്തിൻ്റെ ഇതൊക്കെ ഇവിടെ നാട്ടുകാർ വിട്ട് 2 സൈഡും ഈ റോഡ് ബ്ലോക്കാത്. നിലവിൽ മഴയും ഇടവിട്ട് പെയ്യുന്നത് കൊണ്ട് തന്നെ വീടുകളിലെല്ലാം ചെളിവെള്ളം കയറുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണ സംവിധാനത്തിന്റെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ഉടനടി നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.